മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വാർത്ത. അത് MLA തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൽ തുടർ നടപടികൾ ഉണ്ടാവും. അവരുടെ വീട് പണിത് പൂർത്തിയാക്കുന്ന കാര്യത്തിൽ തുടർ നടപടികൾ ആ നിലയ്ക്ക് സ്വീകരിക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അൻവർ ചെയ്തത് ശുദ്ധ മര്യാദകേടാണ്. കാരണം ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ആളുകളാണ്. അവർക്ക്, അതായത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഒരു ചെറിയ കൂരയൊപ്പിച്ച് അവിടെ ജീവിച്ചു പോരുന്ന ആളുകളുടെ അടുത്ത് ഇതൊക്കെ പൊളിച്ച് താഴെ ഇട്ടു, ഞാൻ ഇപ്പം കെട്ടിത്തരികയാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന്, അതായത് ആ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ പോയതാണല്ലോ, അവിടെ ഏറ്റവും വലിയ ചർച്ച എന്തായിരുന്നു? ഇതേണ്ട വലിയ വലിയ സംഭവമാണ് നടക്കുന്നത്. അൻവർ എല്ലാ സ്ഥലത്തും പോയിട്ട് വീടുകൾ ഓഫർ ചെയ്യണം, 1000 വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു, വീട് പണി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു ആ സമയത്ത് വന്നത്. അതായത് എന്നിട്ട് ഇപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നുള്ള പൈസ കൊടുത്തിട്ടാണ് അത് പണിയുന്നത്. ആരെങ്കിലും ചോദിച്ചിരുന്നു? ഇവരാരെങ്കിലും പോയി അൻവറിനോട് പറഞ്ഞോ എനിക്ക് വീട് പണിത് തരണമെന്ന്? അവിടേക്ക് പോയിട്ട് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിങ്, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊന്ന് കടന്നുകൂടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ മര്യാദ കെട്ട നിലപാടാണ് ആ കാര്യത്തിൽ അൻവർ സ്വീകരിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നിട്ട് അവരെ തിരിഞ്ഞു നോക്കുന്നില്ല, വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അല്ലാത്തപ്പോൾ ഭീഷണിപ്പെടുത്തുക. അതൊക്കെ ആ ആളുകൾ, ഇവരെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും സ്വാധീനിക്കാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ പറയുന്നവരാണല്ലോ ആണോ ഈ നമ്മൾ ഈ കണ്ട ആളുകൾ? അത്രയ്ക്ക് പാവങ്ങളായ സാധാരണക്കാരായ ആളുകളെയാണ് ഇപ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത്.